ഹായ് ഗൈസ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ 2024 ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ വന്നത് ഒരു ചെറിയൊരു എക്സ്പെരിമെന്റ്. അതായത് വെച്ചാൽ നമ്മളെ ലാവാ ലാമ്പ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വീട്ടിൽ തന്നെ ബേക്കിംഗ് സോഡയും വിനാഗിറും ഒക്കെ വെച്ചിട്ട് നമ്മളൊരു ലാവാ ലാമ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആണ്, എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യുന്ന അടിപൊളിയാണ്. അപ്പൊ ഏതായാലും വൈകുന്നേരം നമുക്ക് നേരെ വീഡിയോയിലേക്ക്. അപ്പൊ ഗൈസ് നമുക്ക് ആദ്യം തന്നെ ഇതുപോലൊരു ജാറ് വേണം കേട്ടോ. പിന്നെ ഗൈസ് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ വേണം കേട്ടോ. അപ്പം അല്പം മതി. അപ്പൊ ഗൈസ് നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു ജാറുണ്ടല്ലോ, അത് നമ്മൾ എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ ഒരു ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാണ്. മൊത്തം ഏകദേശം ഇത്രയും മതി കേട്ടോ. അടുത്തായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മളിവിടെ വാഴച്ചൂട്ടിന്റെ ഓയിലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മുടെ ആവശ്യത്തിന് എണ്ണ എടുത്തിട്ടുണ്ട്. അപ്പൊ അടിയിലും നമ്മുടെ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ മണ്ടയ്ക്ക് എണ്ണയുമായിട്ട് നിൽപ്പുണ്ട് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് കേട്ടോ. അപ്പൊ നമ്മള് വിനാഗിരി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് കളർ ആഡ് ചെയ്യണം കേട്ടോ. ഫാബ്രിക് കളറാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ ഗൈസ് നമ്മൾ ഏതായാലും ഈ ഒരു കളർ ഇതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. ഇനിയിപ്പോ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ ഒരു മിക്സ് എണ്ണയും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഈ ഒരു വിനെഗർ ഒഴിക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ആ ഒരു എക്സ്പെരിമെന്റ് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ആ റിയാക്ഷൻ കാണാനായിട്ട് ഒരു ഫ്ലാഷും കൂടി അടിയിൽ ഓണാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു വിനെഗർ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുമെന്ന്. അപ്പോൾ ഗൈസ് അടിപൊളി, നമ്മുടെ ലാവാ ലാമ്പ് ഇവിടെ സക്സസ് ആയിരിക്കുകയാണ്. നോക്കിയോളൂ, സമയത്ത് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ. കണ്ടോ, നമ്മുടെ ലാവാ ലാമ്പ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോ എനിക്ക് കാണാൻ തോന്നുന്നു. കണ്ടോ, അടിപൊളിയായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് ഫ്ലാഷ് കുറച്ച് കാണിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ആ ഒരു റിയാക്ഷൻ, ഒരു കുമ്പള ഇതിലേക്ക് ഇങ്ങനെ മേലേക്ക് ബബിൾസ് പോകുന്നുണ്ട. അടിപൊളിയായിട്ടുള്ള ലാവാ ലാമ്പ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ലാവാ ലാമ്പിന്റെ ഒരു എന്താണ് അതിൻ്റെ അകത്ത് ആ റിയാക്ഷൻ നടക്കുന്നതെന്ന് ഇപ്പൊ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യം കൊടുത്ത ആ ഒരു വിനാഗറിന്റെ അകത്തോട്ട് ബേക്കിംഗ് സോഡ ചെന്നപ്പോൾ ഉള്ള റിയാക്ഷൻ ആണ് ഈ കാണുന്നത്. അതും എണ്ണ അതിലേക്ക് കലർന്നപ്പോഴാണ് കേട്ടോ ഈ ബബിൾസ് ഒക്കെ വരുന്നത്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. സംഭവം നമ്മുടെ ആ ഒരു കളറ് ഫാബ്രിക് കളർ ആയതുകൊണ്ടാണ്. നമ്മൾ ഫുഡ് കളറൊക്കെ ആയിരുന്നു ആഡ് ചെയ്തിരുന്നെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു കളർ ഉൾപ്പെടെ പൊങ്ങുന്നത് കാണായിരുന്നു കേട്ടോ. ഇപ്പോഴും അത്യാവശ്യം അടിപൊളിയാണ്, നല്ല രസമുണ്ട് കാണാൻ. അപ്പൊ ഗൈസ് നമുക്ക് കാണാം, നമ്മൾ ആ ഒഴിച്ച കളറ് അത് അടിയിലേക്ക് മാറിയിരിക്കുകയാണ്. അതായത് അതിന്റെ പ്രവർത്തനം തീർന്നുകൊണ്ടിരിക്കും. അപ്പൊ ഗൈസ് നമ്മുടെ ആ ഒരു റിയാക്ഷൻ അല്പനേരത്തിന് ശേഷം നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ആ ഒരു ബേക്കിംഗ് സോഡയും വിനാഗറും കാരണം അത് പതഞ്ഞിട്ട് ഇതാ ഇവിടെ എല്ലാം വീണിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ആ ഒരു റിയാക്ഷൻ ഇപ്പോഴും ജസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പം ആരും ഇത് ട്രൈ ചെയ്യാൻ നിൽക്കണ്ട, ജസ്റ്റ് ഫോർ ഫൺ എക്സ്പെരിമെന്റ്. അപ്പൊ അടുത്ത കിടിലൻ വീഡിയോ കണ്ടുപിടുത്തുന്നവരെ എല്ലാവർക്കും ബൈ.